അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. സ്നാക്ക് ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉപ്പിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചിക്കൻ്റെ പീസ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞായറും തിങ്കളും കല്യാണമായിരുന്നു എന്ന്. ആ കല്യാണത്തിൻ്റെ തിരക്കായത് കാരണമാണ് 2 ദിവസം വീഡിയോ ഇടാതിരുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിക്കൻ നല്ലതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരു നുള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പക്ഷേ ഇക്കാക്ക് ഇവിടെ വന്നപ്പോൾ നല്ല ചുമയായി. അതെന്താണെന്ന് അറിയില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ ഉള്ളതായിരിക്കും. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ച ചുവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മാഗി ക്യൂബിന് പകരമുള്ള പൗഡറും 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കാരണം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് വരും. ഇനി 1 മിനിറ്റ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ തന്നെ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഈ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വളരെ തിന്നായി വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സവാളയിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പൊട്ടിച്ച് പകുതിയാക്കി വെച്ച മാഗി പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നല്ലതുപോലെ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ കെച്ചപ്പും 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മസാലയുടെ ചൂട് മാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തൂകിയതിന് ശേഷം ഓരോ ഉരുള കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇതിൽ വെച്ച് നമ്മൾ ഉന്നക്കായൊക്കെ ഉരുട്ടിയെടുക്കുന്ന ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. എൻ്റെ വിരലിലൊരു ചെറിയ മുറിയുണ്ട്, അത് കാരണമാണ് ഞാൻ സ്റ്റിക്കർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ മുട്ടയുടെ മിക്സിലും പിന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ, കാരണം നമ്മളെല്ലതും ഇത് വേവിച്ചതാണല്ലോ, ഒന്നും പ്രത്യേകിച്ച് വേവാനില്ലല്ലോ. നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അണ്ടിപ്പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.